ഓം കാർത്യായനായ ച വിദ്മഹേ കന്യകുമാരി ച ധീമഹി തന്നോ ദുർഗിഃ പ്രചോദയാത്. കുമാരനല്ലൂർ ദേവി ശരണം. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ദേവാലയങ്ങളിൽ ഒന്നായ കുമാരനല്ലൂർ ദേവി ക്ഷേത്രം. കുമാരനല്ലൂർ ദേവി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ക്ഷേത്രം ഒരു വൃത്താകൃതിയിലാണ് പണിഞ്ഞിരിക്കുന്നത്. 2400 വർഷത്തിൽ കൂടുതൽ ഇതിഹാസമുണ്ട്. അതേപോലെ ദേവിയുടെ അഞ്ജനശിലയുടെ വിഗ്രഹം ഒരു സാത്വികമായിട്ടുള്ള ഒരു ആരാധനാമൂർത്തിയാണ്. ഈ സാത്വിക ഭാവം നമ്മൾക്ക് ഈ ക്ഷേത്രത്തിലെ പഞ്ചപ്രാകാരത്തിൽ കാലുവെക്കുമ്പോൾ തന്നെ അനുഭവിക്കാൻ പറ്റുന്ന ഒരു വിശേഷ സന്ദർഭമാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രവേശം തന്നെ. ക്ഷേത്രത്തിൻ്റെ അകത്ത് ചെന്ന് ദേവിയുടെ സാന്നിധ്യത്തിൽ ദേവിയുടെ ആ ഒരു അഞ്ജനശില ആയിട്ടുള്ള സർവാലങ്കാരഭൂഷിതമായിട്ടുള്ള ആ ഒരു വിശേഷ ചൈതന്യം നമ്മുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന ഒരു സന്തോഷമായിട്ടുള്ള ഒരു രൂപമാണ് ആ ദേവിയുടെ രൂപം. അതേപോലെ ഇവിടെ വരുന്ന ഈ ഒരു അന്തരീക്ഷവും കൂടെ ഒരു വിശേഷമായിട്ടുള്ള ഒരു സാത്വിക അന്തരീക്ഷം തന്നെ പറയാം. പരശുരാമൻ പ്രതിഷ്ഠിച്ചു. അതിനുശേഷം 2400 വർഷങ്ങളോളം താന്ത്രിക പൂജാവിധാനക്രമത്തിൽ ശുദ്ധമായിട്ടുള്ള ഒരു വിശേഷ അർച്ചനകളും വിശേഷ പൂജാവിധാനങ്ങളും, അതേപോലെ ശങ്കരാചാര്യൻ വന്നിട്ട് അവർ പറഞ്ഞ പോലെ 5 പൂജ നിത്യനിമിത്താദികളും നടന്നുകൊണ്ട് വരുന്ന ഒരു ക്ഷേത്രമാണ് കുമാരനല്ലൂർ ദേവി ക്ഷേത്രം. ഇത്രയും വിശേഷമായിട്ടുള്ള ഇത്രയും ഐതിഹ്യമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്തിൽ നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സൗഭാഗ്യം തന്നെയാണ്. കുമാരനല്ലൂർ ദേവിയുടെ സാന്നിധ്യത്തിൽ വന്ന് നമ്മൾ ഒരു മനസ്സിലുണ്ടായിരുന്ന ഒരു ഇച്ഛ ഇല്ലെങ്കിൽ ഒരു ജ്ഞാനം, ഇതൊക്കെ ദേവിയോട് തുറന്നു പറഞ്ഞാൽ അത് ദേവി നമ്മൾക്ക് സാധിച്ചു തരുന്നില്ലൊരു വിശ്വാസം ഇവിടെ എല്ലാവർക്കും ഉണ്ട്. അത് സാധിച്ചു തരാനുള്ള കാരണവും ദേവി ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണിയാണ്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് ഒരു കാര്യം സാധിക്കണമെങ്കിൽ ആ കാര്യം ചെയ്യാനുള്ള ഇച്ഛ വേണം. അതേപോലെ ആ കാര്യം ചെയ്യാനുള്ള ജ്ഞാനം വേണം. ആ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ക്രിയാശക്തിയും കൂടെ വേണം. ഇത് മൂന്നുമില്ലാതെ ഒരു കാര്യങ്ങളും നമുക്ക് സാധിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കാര്യസിദ്ധിക്കുള്ള ഒരു ചൈതന്യമാണ് കുമാരനല്ലൂർ ദേവി. അതേപോലെ ആദിപരാശക്തി എന്ന് പറയുന്ന ഒരു വിശേഷ ചൈതന്യമാണ്. ആദിപരാശക്തിക്ക് 2 ഭാവമുണ്ട്. ഒന്ന് രൗദ്രഭാവം, ഒന്ന് സാത്വിക ഭാവം. ആ സാത്വിക ഭാവമായിട്ടാണ് ഇവിടെ പൂജിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ വിശേഷത നമുക്ക് ഈ ക്ഷേത്ര പരിസരത്തിൽ തന്നെ കാണാൻ കഴിയുമെന്ന് തീർച്ചയായിട്ടും പറയാം. ദേവിയുടെ ആ ഒരു മുഖവും ദേവിയുടെ ആ പ്രഭയും ഒക്കെ കണ്ടാൽ തന്നെ നമ്മളെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യമാണ് കുമാരനല്ലൂർ ദേവി. വരുന്ന നവംബർ 26 മുതൽ ദേവിയുടെ തൃക്കാർത്തിക മഹോത്സവം ആരംഭിക്കാൻ പോവുകയാണ്. തൃക്കാർത്തിക മഹോത്സവത്തിൻ്റെ വിശേഷം എന്താ എന്ന് വെച്ചാൽ, മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മുടെ കുമാരനല്ലൂർ ദേവി അമ്മ ദേവിയുടെ പഞ്ചപ്രാകാരത്തിൽ നിന്ന് പുറത്ത് എഴുന്നള്ളിച്ച് നിത്യേനം ആറാട്ട് ചെയ്യുന്ന ഒരു വിശേഷ സന്ദർഭമാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. ബാക്കിയുള്ള ക്ഷേത്രങ്ങൾ നോക്കിയാൽ അവസാനത്തെ ദിവസത്തിൽ മാത്രമേ നമ്മൾക്ക് ആറാട്ട് മഹോത്സവം കാണാൻ പറ്റൂ. മാത്രം ഈ ഒരു പരിസരത്തിൽ കുറച്ച് അപൂർവമായിട്ടുള്ള ഒരു വിശേഷ ക്രിയയാണ് ഇവിടെ നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നിത്യേന ആറാട്ട് ഈ ഒരു സന്ദർഭത്തിൽ ഭക്തസഹസ്രങ്ങളെ അനുഗ്രഹിക്കാൻ എന്നും കുമാരനല്ലൂർ ദേവിയുടെ ദേഹമായിട്ടുള്ള ഈ പഞ്ചപ്രാകാരത്തിൽ നിന്ന് പുറത്തു വരുന്നെന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. കുമാരനല്ലൂർ ദേവിയുടെ ദേഹം എന്ന് പറയാനുള്ള കാരണം ഈ ക്ഷേത്രം തന്നെ ദേവിയുടെ ദേഹമാണ്. അപ്പോൾ ഈ ദേവിയുടെ ദേഹത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒരു സന്ദർഭമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ ഭക്തസഹസ്രങ്ങൾ വന്ന് ദേവിയോട് മനസ്സിൻ്റെ അകത്തുള്ള വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ തുറന്നു പറഞ്ഞ് മനസ്സിലുള്ള
എല്ലാ വിഷമങ്ങളും ദേവിയോട് തുറന്നു പറഞ്ഞ് അതിനുള്ള പരിഹാരം കാണിച്ചു തരണം എന്ന് നമ്മൾ ദേവിയോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന സിദ്ധിയാവും എന്നുള്ള വിശ്വാസം ഇവിടെ നമുക്ക് കണ്ടു കാണാം. ഇങ്ങനത്തെ ഒരു വിശേഷ സന്ദർഭത്തിലാണ് ഇനി കൊടിയേറാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിശേഷ സന്ദർഭത്തിൽ എല്ലാ ഭക്തജനങ്ങളെയും ദേവിയുടെ തിരുസാന്നിധ്യത്തിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം.